അജലേ സാർ നല്ല ഉഗ്രം പാട്ടടാ. അയ്യോ ആസാദ് ഒരു എന്താ പറയണ്ടേ, ഇതൊക്കെ ഈ ഒറ്റ കമ്പിനാഥം ഒന്ന് കേട്ട് പേടിച്ചിട്ടുണ്ട്. ഇത് ആസാന്റെ ശബ്ദം കേട്ടു. അതെ അത് ഒറ്റ കമ്പിയൊന്നും അല്ല, 1.5 ലക്ഷം കമ്പി ചേർത്ത്. ഓ അത് അത് എന്ത് വെയിറ്റാ കേൾക്കാൻ. അത് ഇങ്ങനെ ഇപ്പം നീ പാടുമ്പോഴും എനിക്ക് ആ ഒരു പേടിപ്പിക്കുന്ന ആ ശബ്ദമാണ് മനസ്സിലുള്ളത്. അതൊരു ഉഗ്രം കോമ്പസിഷനാണ്. ഒരു നല്ല രസമുള്ള വളരെ പ്ലസന്റ് ആയിട്ടുള്ള ഒരു കോമ്പസിഷൻ നമ്മുടെ മാഷിന്റെ. നന്നായിട്ട് പാടി, നന്നായിട്ട് പാടി. ചക്കരെ നീ ഈ ധ്വനിമണിയിൽ അതൊന്ന് പാടാമോ? അതിന് മുമ്പിലെ ലൈൻ പാടിയിട്ട്. മോഗരാഗാനാലാപം ഈ ധ്വനിമണിയിൽ ഈ ധ്വനിമണിയിൽ ഈ ധ്വനിമണിയിൽ ഈ സ്വരജതിയിൽ ഈ വരിശകളിൽ ഈ സ്വരജതിയിൽ ഈ വരിശകളിൽ ഒറ്റ അത് മതി. വരിശകളിൽ ഒറ്റ കമ്പനി പാടുമ്പോൾ അതിൻ്റെ ഒരു സുഖം അങ്ങ് പോകും കേട്ടോ. ഇതൊക്കെ മനസ്സിലായിക്കോണം. നമുക്ക് എത്ര സസ്റ്റെയിൻ ചെയ്താലാണ് അതിനൊരു സുഖം വരുന്നത്. ഒരു വൈബ്ര ഫോൺ തട്ടിയത് പോലെ ഇരിക്കണം. ഐ ലവ് യുടാ. ചുമ്മാ അല്ലടാ, നിന്റെ കൂടെ നിന്റെ കൂടെ ഞാനുള്ളത്. ശരി, നമുക്ക് കാര്യത്തിലേക്ക് വരാം. ഓക്കെ സാർ. നിൻവിരൽ തുമ്പിലെ വിരൽ തുമ്പിലെ അത് വിളഞ്ഞിടാൻ വിളഞ്ഞിടാൻ ഇളഞ്ഞിടാൻ നിന്റെ ഇഷ്ടഗാനമെന്ന പേരിലൊന്ന് അതൊന്ന് സുഖമാക്കിക്കേ. നിന്റെ ഇഷ്ടഗാനമെന്ന പേരിലൊന്ന് അതിന്റെ ആ സുഖം വരട്ടെ. പിന്നെ അടുത്ത് നിന്റെ ഇഷ്ടഗാനം എന്നാ അതിന്റെ ആ താഴേക്ക് ഇറക്കുന്ന ഒന്ന് പാടാമോ? അത്രേ ഉണ്ടോ? അവിടെ തീർന്ന പാട്ട്. പേരിലൊന്നറിഞ്ഞിടാൻ എന്നും ഉള്ളിലെ ദാഹമെങ്കിലും എന്നും ഉള്ളിലെ ദാഹമെങ്കിലും ഒറ്റ കമ്പി. മതി മതി മതി. എന്ത് രസമുള്ള പാട്ടാ. നന്നായിട്ട് പാടിയിട്ട്. താങ്ക് യു സാർ. രസമായിരുന്നു, കേൾക്കാൻ നല്ല സുഖം ഉണ്ടായിരുന്നു. പിന്നെ ഈ ഒറ്റ ശ്വാസത്തിൽ പാടേണ്ടത് മുറിച്ചു. ശ്വാസം എടുക്കുന്ന എനിക്ക് ഒരു ഭയങ്കര കൺഫ്യൂഷൻ ആയിരുന്നു അനുപല്ലേ. ഒറ്റ കമ്പി നാദം മാത്രം മൂളും കംപ്ലീറ്റ് ചെയ്യണം. അത് ഒറ്റ കമ്പി നാദം മോനെ അവിടെ ഒരു അടി, അങ്ങനെ വലിയ അടിയെന്നല്ല ഞാൻ പറഞ്ഞത്. ഒറ്റ കമ്പി നാദം മാത്രം മൂളും വീണാഗാനം വീണാഗാനം. അവിടെ പെറുക്കിയിടരുത്. വീണാഗാനം. അതാണ് ഒറ്റ കമ്പി നാദം മാത്രം മൂളും വീണാമരിതനീ. അത് ഞാൻ ചേർന്ന് നിൽക്കണം. പിന്നെ നിൻവിരൽ ഇവർ പാടിച്ചായിരുന്നു, നിൻവിരൽ തുമ്പിലെ. പിന്നെ വിച്ചോടിന്റെ കാര്യം പറഞ്ഞപ്പോഴത്തേക്ക് ഒരു കാര്യം ഞാനിപ്പം ഒരു എക്സാമ്പിൾ പറയാണ്. നിൻവിരൽ തുമ്പിലെ വിനോദമായി വിളഞ്ഞിടാൻ, വിളഞ്ഞിടും എന്ന് എഴുതിയിരുന്നെങ്കിൽ എന്ത് ചെയ്യും? ഒന്ന് പാടി നോക്കി. നിൻവിരൽ തുമ്പിലെ വിനോദമായി വിളഞ്ഞിടും. കണ്ടോ, ഡുമ്മെന്ന് വരുമ്പോഴത്തേക്ക് നമ്മുടെ എല്ലാം കൂടെ അടയുന്നില്ലേ? അപ്പൊ വിളഞ്ഞിടാൻ എന്ന് പറയുമ്പോഴത്തേക്ക് കണ്ടോ ആ സൗണ്ടിങ് ഉണ്ടോ? അതാണ് ഒരു ലിറിക് റൈറ്ററിന്റെ ഏറ്റവും വലിയ ബ്രില്യൻസ് എന്ന് പറയുന്നത്. അത് ഗിരീഷ് പുത്തഞ്ചേരി, അതുപോലത്തെ ലെജൻസ് കൈതപ്പുറം സാറ്, ഇവരൊക്കെ എഴുതുമ്പോൾ എന്ത് പറ്റുമെന്ന് പറഞ്ഞാൽ ഒരു ആർക്കാണോ എഴുതുന്നത്. ഇതിപ്പം ദാസേട്ടന് വേണ്ടി ടൈലർ മെയ്ഡായിട്ട് രവീന്ദ്ര മാഷ് ചെയ്ത പാട്ടാണ്. എനിക്കൊക്കെ അറിയാം. എൻ്റെ സുഹൃത്തിൻ്റെ പടമാണ് അശോക് കുമാറിൻ്റെ പടമാണ് ഇത്. അശോക് കുമാറിൻ്റെ പടത്തിലാണ് ഞാൻ ആദ്യമായിട്ട് പാടുന്നത്, കൂലി, 1983. അത് കഴിഞ്ഞ് വരുന്ന സമയത്തുള്ള ഒരു പടമാണ് അറൗണ്ട് ദാറ്റ്. അന്ന് ഈ പാട്ട് കമ്പോസ് ചെയ്യുമ്പോൾ ഞാനില്ല, പക്ഷേ ഞാൻ ഇവരുടെ കൂട്ടത്തിലുണ്ടായിരുന്നു. അപ്പോൾ ഈ കാസറ്റിനകത്ത് ഇത് കേൾപ്പിച്ചു തന്നു. അപ്പോൾ പറഞ്ഞു, ദാസേട്ടന് വേണ്ടി പാടുന്നതുകൊണ്ട്
സാധാരണ ട്യൂൺ ചെയ്യുന്നതിനെക്കാട്ടി ഒരു പിച്ച് ലോ ആക്കി. കാരണം അദ്ദേഹത്തിന്റെ യഥാർത്ഥമായിട്ടുള്ള ഇതുപോലെ തന്നെയാണ് വികാര നൗകയുമായി. പിന്നെ വേറൊരു പാട്ടുണ്ടല്ലോ ദാസേട്ടന് വേണ്ടി ചെയ്ത കുറെ പാട്ടുകളുണ്ട്. ചൂള എന്നുള്ളൊരു പടമുണ്ട്, ചൂള. ആ ചൂള എന്നുള്ള പടത്തില് ദാസേട്ടന് വേണ്ടി താരകെ മിഴിതളിൽ കണ്ണീരുമായി എന്ന് പറഞ്ഞു ഭയങ്കര ലോയില്. അതൊക്കെ അദ്ദേഹത്തിന്റെ ശബ്ദം എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി ചെയ്ത ഒരു പാട്ടാണ്. അതിലൊന്നാണ് ഇത്. നന്നായിരുന്നു. താങ്ക് യു സർ. കേട്ടോ.